ബാംഗ്ലൂരിൽ ബഡ്ജറ്റ് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി കമേഴ്ഷ്യൽ സ്ട്രീറ്റ് അല്ലേ ആദ്യം ഓർക്കുന്നത്. പക്ഷെ ജയാനഗറിലെ ഷോപ്പിംഗ് എങ്ങനെയാണ്? ക്ലോത്ത്സ്, ജ്വല്ലറി, ഫുഡ്വെയർ, ബാഗ്സ് എല്ലാം ബഡ്ജറ്റിൽ കിട്ടുമോ? പ്രൈസസ് ഒക്കെ ശരിക്കും അഫോർഡബിൾ ആണോ? ബാർഗെയിനിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജയാനഗർ 4th ബ്ലോക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഒരു 4:30 ആയപ്പോഴാണ് ഞങ്ങൾ ജയനഗർ 4th ബ്ലോക്ക് എത്തിയത്. ഇവിടെ മെട്രോ വഴിയും ബസ് വഴിയും ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ബസ് ടെർമിനലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ജയനഗർ ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നത്. അതേപോലെ അതിന്റെ സൈഡിലുള്ള ലെയിൻസിലൊക്കെ ഒരുപാട് ഷോപ്സ് ഇതേപോലെ ഉണ്ട്. ആദ്യം തന്നെ എനിക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനായി. നമുക്ക് ആദ്യം ക്ലോത്തിൽ നിന്ന് തുടങ്ങിയാലോ. ഈ ചിക്കൻ കാരി കുർത്തിയുടെ കട ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ കയറാന്ന് വിചാരിച്ചു. നല്ല ഉണ്ടല്ലോ മെനു. 600 rupees ആയിരുന്നു. ആൻഡ് വൺ കളർ ഞാൻ എടുത്തിട്ടുള്ളത് എടുക്കാം. ഈ ഷോർട്ട് കുർത്തീസിന്റെ എല്ലാ കളേഴ്സും അവരുടെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ലോങ് ആണോ? ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആട്ടോ കുർത്തീസ്. പല ടൈപ്പ് ഓഫ് കുർത്തീസ് ഇവരുടെ കടയിലുണ്ട്. നിങ്ങൾക്ക് എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഏതായാലും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഏത് കളറായിരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. ഇവര് ആദ്യം 1300 ഒക്കെ പറഞ്ഞെങ്കിലും ഞാനൊന്ന് കുറച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ 1150 ഒക്കെ തന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ബാർഗെയിൻ ചെയ്ത് അവർ കുറച്ച് തരുന്നുള്ളത് എനിക്ക് മനസ്സിലായി. നെക്സ്റ്റ് ഞാൻ കയറിയത് ഇതേപോലത്തെ ഒരു ചെറിയൊരു കടയാണ്. ഇവിടെ ഫുൾ ബാംഗിൾസ് ആണ്. ഏത് കളർ വേണം എന്നുള്ളത് ചോദിച്ചാൽ അത് അവിടെ എടുത്ത് തരും. അപ്പം ഞാൻ ഓണത്തിന് സാരിക്കൊപ്പം ഇടാൻ വേണ്ടിയാണ് ഞാനിവിടെ കയറിയത്. അപ്പം ഞാനിവിടെ നിന്നൊരു സെറ്റ് ബാംഗിൾസ് വാങ്ങിച്ചു. ഇറ്റ് വാസ് 80 rupees ഒരു ഡസന്. ഈ കടയ്ക്ക് അങ്ങനെ പേരൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ സൈഡിലായിട്ട് ഉള്ള ലെയിനിൽ വരുന്നൊരു കടയാട്ടോ. പിന്നെ കണ്ടതാണ് ഇതേപോലത്തെ ജൂട്ട് ബാഗ്സ്, ഹെയർ ആക്സസറീസ്, ക്ലിപ്സ്. ഒരുപാട് ഡിഫറെൻറ്റ് സൈസസിലും വെറൈറ്റീസിലും ഒക്കെ ഉള്ള ക്ലിപ്സ് ഇവിടെ ഉണ്ട്. ഈ ഷോപ്പിൽ നിന്ന് പയ്യെ ഇറങ്ങി ഞങ്ങൾ ഇനി ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇതിന്റെ അകത്ത് കയറിയപ്പോൾ എന്തോരം കടകളാണെന്നറിയോ. കയറിയെടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു കട ഞാൻ കണ്ടു. ആദ്യം കണ്ടത് ഇതാണ്. അപ്പോൾ ഒരുപാട് ഓർണമെന്റ്സിന്റെ ഒരു കടയാണത്. ഇങ്ങനെ ഇമിറ്റേഷൻ ജ്വല്ലറി. അത് എൻ്റെ പിന്നെ കണ്ടതാണ് ഈ ബാംഗിൾസിന്റെ ഒക്കെ ഒത്തിരി കടകളുണ്ട് കേട്ടോ. ഏത് കളർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതും പല സൈസിൽ ഇതേപോലെ ബൾക്കായിട്ടൊക്കെ അവരിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. മിക്കതും കുപ്പിവളകളാണ്. പിന്നെ ഈ ചുരിദാറിന്റെയും കുർത്തീസിന്റെ ഒക്കെ സ്റ്റോള് കണ്ടു. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഓപ്ഷൻസിനൊന്നും ഒരു കുറവുമില്ല. ഈ സ്റ്റോളിൽ സ്റ്റാർട്ടിങ് 750 ആണ്. 2000 above. ഇവിടെ ഒരുപാട് പാർട്ടി വെയർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് തുണി കണ്ടിട്ടും വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല. അത്യാവശ്യം വർക്കൊക്കെ ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് അതിലുണ്ട്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്ത് ഇതേപോലെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. ഇതിലത്തൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കാഷ്വൽ വെയറിനാണെങ്കിലും പാർട്ടി വെയറിനാണെങ്കിലും കോട്ട് സെറ്റ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ട്. ഇവിടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് അവർ പറഞ്ഞ 750 ആണ്. എനിക്ക് തോന്നുന്നു ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ അവർ കുറച്ച് തരുന്നത്. പാന്റ് വരുന്നുണ്ട്. ഇതൊരു ടോപ്പ് 2 piece സെറ്റാ വരുന്നത്. ഈ ഒരു കാണുന്ന കോട്ട് സെറ്റ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അതിൻ്റെ സൈസ് ഇല്ല. അതിൻ്റെ എക്സൽ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തില്ല. നല്ല ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ അത് നോക്കിയെടുക്കണം നമ്മൾ. അപ്പോൾ കുറച്ച് സമയം വേണം. ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. കുറച്ച് മുന്നിലായിട്ട് തന്നെ ഇതേപോലെ ഒരുപാട് ബാഗ്സിൻ്റെ ഒക്കെ ഷോപ്പ് കണ്ടു. ഇവിടെ ഒരുപാട് എത്നിക് ബാഗ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ജൂട്ട് ബാഗ്സ് ഒക്കെ ഒത്തിരി, ക്ലച്ചസ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാം.
ഫെസ്റ്റിവലൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതേപോലെ ഒരുപാട് ഓർണമെന്റൽ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാരറ്റിന് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അതേപോലെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ നല്ല ഫ്രെയിംസ്, ഫ്ലവേഴ്സ്, അതേപോലെ ഡോർ മാറ്റ്സ്, കർട്ടൻസ്, പിന്നെ ടവൽസ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ലെയിനിൽ തന്നെ ഫുഡ് വെയർസ് നോക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ ഒരുപാട് ഫുഡ് വെയർസ് ഉണ്ട് കേട്ടോ, ഓപ്ഷൻസ് ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് തൊട്ടൊക്കെ നോക്കിയപ്പോൾ ക്വാളിറ്റിയിലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതേപോലത്തെ തന്നെ സിമിലർ ഡിസൈൻസിലുള്ളത് തൊട്ടടുത്ത കടകളിലും ഉണ്ട്. അപ്പോൾ 2 കടകളിലും പോയി നോക്കിയിട്ട് പ്രൈസ് നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. പിന്നെ ബഡ്ജറ്റ് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ കടകളിലും ഐറ്റംസിന് 100 rupees 200 rupees എന്ന് മാത്രം എക്സ്പെക്ട് ചെയ്ത് പോരുത്. ക്വാളിറ്റിയും ഷോപ്പും അനുസരിച്ചിരിക്കും അതിൻ്റെ പ്രൈസസ് ഒക്കെ വരുന്നത്. ആൻഡ് ഇന്നത്തെ ജയനഗറിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ ലാസ്റ്റ് കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ചില കടകളിൽ ഫിക്സഡ് പ്രൈസ് ആയിരിക്കും, അപ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. ചില കടകളിൽ പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തത് നമുക്ക് കയറി ബാർഗെയിൻ ചെയ്യാം. ഈ കാണുന്ന എല്ലാം കാഷ്വൽ വെയർ കുർത്തീസാണ്. ആൻഡ് അത് കോട്ടൺ മെറ്റീരിയലായിട്ട് എനിക്ക് കൂടുതലും തോന്നിയത്. ഇതൊക്കെ ഒരു 200-250 റേഞ്ചിലാണ് വരുന്നത്. 250 फैंस स्ट्रेट में मिल जाएगा, फ्लेयर में मिल जाएगा, ऐसा चेक में मिल स्कर्ट्स वाव അത് നല്ലുണ്ട്. प्लेन में मिल जाएगा, ऐसा फ्लेयर में मिल जाएगा मैम, इस टाइप का मिल जाएगा. ओके बहुत सारे शेड मतलब 250 रुपीज मैम. ठीक है. ഇവിടുന്ന് ഞങ്ങൾ അപ്പുറത്തെ ലെയിനിലേക്ക് ക്രോസ് ചെയ്തിട്ട് ഇവിടുത്തെ സൈഡിൽ കൂടി നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. ഇവിടെയും ഇതേപോലെ സെയിം കുറേ ജൂട്ട് ബാഗ്സ് ഒക്കെ വെക്കുന്നുണ്ട്. 250 rupees ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഈ ഒരു സൈഡിലെത്തിയപ്പോൾ ഭയങ്കരമായിട്ടൊരു പൂവിൻ്റെ മണം വരാൻ തുടങ്ങി. എനിക്ക് തോന്നി ഓറഞ്ച് പൂവിനോ ചെമ്പകപ്പൂവാന്ന് തോന്നുന്നു പറയുന്നത്. അതേപോലെ ജയനഗർ ഒത്തിരി ക്രോക്കറി ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ശ്രീ ഗായത്രി സെറാമിക് ക്രോക്കറി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ മോസ്റ്റ് എക്സൈറ്റഡ് പാർട്ട് ഇതാണ്. ഇൻസ്റ്റാഗ്രാം തുറന്ന ജയനഗറിൽ ഏറ്റവും വൈറലായിട്ട് വരുന്ന ഒരു കടയാണ് ജിംകി. അപ്പോൾ ഇവിടെ എന്തായാലും കയറണം എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ കയറി. ബീച്ചിലിടാൻ പോകുന്ന ഇയറിങ്സ് തൊട്ട് സ്റ്റഡ്, ഗോൾഡൻ ഇയറിങ്സ്, പിന്നെ മറ്റേ ഹൂപ്സ്, അതേപോലെ ജിംകാസ്, അങ്ങനെ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇയറിങ്സ്, അതേപോലെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഇവരുടെ ഉണ്ട്. ആൻഡ് അവർക്ക് അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നിയത്. ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അവർക്ക് മെറ്റീരിയൽ കമ്മലിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും ജയനഗർ പോവാണെങ്കിൽ ഡു ചെക്ക് ദിസ് പ്ലേസ് ആവും. ഞാനിവിടെ വന്നിട്ട് ആകെ കൺഫ്യൂഷനായി ഇപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു ഇതിൽ. എനിക്കിപ്പോൾ ഈ ട്രൈ ചെയ്തത് ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ പക്ഷേ എടുത്തത് വേറൊരു ജുംക്കായും ഞാൻ 2 ജുംക്കാസ് അവിടെ നിന്ന് എടുത്തത്. ഞാൻ ഈ ഷോപ്പിലെ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്കും കാണിച്ചു തരാവേ. ഇയറിങ്സ് മാത്രമല്ല, ദേ ഹാവ് ഗുഡ് കളക്ഷൻസ് ഓഫ് ബാംഗിൾസ് ഓൾസോ. ബാംഗിൾസും പിന്നെ ഈവൻ നെക്ലസസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ യു ക്യാൻ കം ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സോ ഫൈനലി ജയനഗർ ഷോപ്പിംഗ് വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒപ്പീനിയനിൽ യെസ്, ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എസ്പെഷ്യലി ബഡ്ജറ്റ് ആക്സസറീസ്, കാഷ്വൽ ക്ലോത്ത്സ്, ഫുട്വെയർ ഒക്കെ നോക്കുന്നവർക്ക് നല്ല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാ ഷോപ്സും ചീപ്പാണെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. സെയിം പ്രോഡക്ട്സ് ഡിഫറെൻറ്റ് ഷോപ്സിൽ ഡിഫറെൻറ്റ് പ്രൈസസിലുണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം, പിന്നെ പ്രൈസസ് കമ്പയർ ചെയ്തിട്ട് അതിന് ശേഷം പർച്ചേസ് ചെയ്താൽ മതി. ബാംഗ്ലൂരിൽ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വേറെ പ്ലേസസ് ഉണ്ടെങ്കിൽ കമൻസിൽ ഡെഫിനറ്റ്ലി പറയണം കേട്ടോ. അതേപോലെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പ്ലേസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. സോ ടേക്ക് കെയർ, ബൈ.